സിനിമയിലെ ഈ പാട്ട് നിങ്ങൾ ഇങ്ങനെയാണോ പാടിക്കൊണ്ടിരുന്നത്? കണ്ണീർ പൂവിന്റെ കവിളിത്തലോടി ഇങ്ങനെ. എന്നാൽ ശരിക്കും അതിന്റെ അർത്ഥം അങ്ങനെയല്ല. ഇവിടെ കണ്ണീരാണ് പൂവിന്റെ കവിളിത്തലോടി, അതായത് കരഞ്ഞു എന്ന് കാവ്യാത്മകമായി പറയുന്നു. ഈ പാട്ടിന് മറ്റു പ്രത്യേകതകൾ കൂടിയുണ്ട്. സാധാരണ സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു പാട്ട് ചേർത്ത് കഴിഞ്ഞാൽ ആ പടം പൊളിയും അല്ലെങ്കിൽ പൊട്ടുമെന്നൊരു ധാരണയുണ്ട്. അതിന് വിപരീതമായിട്ട് വിജയിച്ചിട്ടുള്ള 2 സിനിമകളിൽ ഒന്നാണ് കിരീടവും മറ്റൊന്ന് കമലദളവും. സേതുമാധവനെയും ദേവിയുടെയും പ്രണയം പറയാനായിട്ട് ഒരു പാട്ട് കമ്പോസ് ചെയ്യാനായിട്ട് ലോഹിതദാസ് നമ്മുടെ ജോൺസൺ മാഷിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ജോൺസൺ മാഷ് ആനന്ദഭൈരവി രാഗത്തിൽ ഒരു ഈണം ഇട്ടു. അത് കേട്ടപ്പോ ലോഹിതദാസിന് ഇതിലൊരു താരാട്ടിന്റെ ഈണമില്ലേ എന്ന് തോന്നി. അങ്ങനെ ജോൺസൺ മാഷിനോട് പാട്ടിന്റെ നോട്ട്സുകൾ ഒന്ന് മാറ്റി ഒന്ന് താഴ്ത്തി പാടാനായിട്ട് ആവശ്യപ്പെട്ടു. അതിൻ പ്രകാരം എഴുതിയിട്ടുള്ള നമ്മുടെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിപ്പാട് പിന്നീട് ഈ ഈണത്തിന് ചേർന്നിട്ട് വരികൾ എഴുതി. അതാണ് നമ്മുടെ കണ്ണീർ പൂവിന്റെ കവിളിത്തലോടി. ഇതിന്റെ അർത്ഥങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഇതിലൊരു വരിയുണ്ട്: കനിവേകുമി വെൺമേഘവും മഴനീർ കിനാവായി മറഞ്ഞു ദൂരെ പുള്ളോർക്കുടം കേണുറങ്ങി. അതായത് ഇവിടെ അവസാനമായിട്ടൊരു പ്രതീക്ഷയായിട്ടുണ്ടായിരുന്നത് ദേവിയാണ്. അതായത് പാർവതിയുടെ കഥാപാത്രമാണ്. ആ പാർവതിയുടെ കഥാപാത്രം മാഞ്ഞു പോകുന്ന, അവരുടെ കല്യാണം കഴിഞ്ഞ് മാഞ്ഞു പോകുന്ന ഒരു വിഷ്വൽ ഇങ്ങനെ നോക്കി കാണുമ്പോഴാണ് ഈ വരി ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ഇതില് പുള്ളോർക്കൂടം എന്ന് പറയുന്നത് നാഗപൂജയുള്ള അമ്പലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണമാണ്. ഇവിടെ സേതുമാധവന് ഒരു ദുഷ്പേട് വീണിരിക്കുകയാണ്. അപ്പോ ഈ പുള്ളോർക്കൂടം ഒരു ഉപകാരവും ഇല്ലാത്ത രീതിയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാട്ടിന്റെ അവസാന ഭാഗത്ത് നമ്മുടെ താരാട്ടുപാട്ടിന്, അതായത് ലോഹിതദാസ് കണ്ടെത്തിയിട്ടുള്ള താരാട്ടുപാട്ടിന്റെ ഈണം നമുക്ക് കേൾക്കാൻ പറ്റും. അതായത് അച്ഛന്റെ ദുഃഖവും അതുപോലെ തന്നെ അമ്മയുടെ ദുഃഖവും, അത് മാത്രമല്ല കാമുകിയെ ഓർത്തിട്ടുള്ള ദുഃഖവും നമുക്ക് കാണാൻ പറ്റും. ഈ പാട്ടിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പൂന്തെന്നലിൽ പൊന്നോളമായി ഒരു പാഴ്കിരീടം മറഞ്ഞു. അതായത് ഇവിടെ സേതുമാധവന്റെ കിരീടമാണ് ഇല്ലാതായിരിക്കുന്നത്. അതായത് താൻ ഒരിക്കലും ചെയ്യാത്ത തെറ്റിന് താൻ എത്തിപ്പെട്ടുപോയ സാഹചര്യങ്ങളിൽ തന്റെ ജീവിതമാകുന്ന കിരീടം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു രാജാവാണ് ഇവിടെ സേതുമാധവൻ. ദിസ് ഇസ് സാരഥി ഫ്രം മ്യൂസിക് സ്റ്റോറീസ്. കൂടുതൽ കഥകൾക്ക് വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യുക.